ബറോഡയിൽ നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പല ഭാഷകളിലും വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ പൊസിഷൻ UN-ലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങോട്ട്, അങ്ങ് വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ വെച്ചിട്ട് അങ്ങയെ ഏറ്റവും ആകർഷിച്ചിരിക്കുന്നതും ഉപയോഗപ്രദമായിട്ടുള്ളൊരു പുസ്തകം ഏതാണ്? സംശയം ഉണ്ടായില്ല. അടുത്ത വാക്കിന് പറഞ്ഞു മഹാഭാരതമാണ്, അതിലല്ലേ നമ്മുടെ ഗീത വരുന്നത് എന്ന്. നമ്മളിൽ എത്ര പേര് മഹാഭാരതം എന്നുള്ള പുസ്തകം കണ്ടിട്ടുണ്ടെന്നറിയില്ല. മഹാഭാരതത്തിൻ്റെ നടുഭാഗത്ത് അതിൻ്റെ ഒരു ലോക്കറ്റ് മാതിരിയാണ് ഭഗവത്ഗീത ഇരിക്കുന്നത്. സ്വാമി ചിന്മയാനന്ദജി ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദി മാനുവൽ ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ്. തന്നെത്താൻ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുസ്തകം വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പുസ്തകമാണ് ഭഗവത്ഗീത. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ 6-7 വയസ്സ് 7-8 വയസ്സ് മുതൽക്ക് ഭഗവത്ഗീത കാണാപ്പാഠം പഠിക്കാനും, അന്ന് അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല, എന്നാലും കാണാപ്പാഠം പഠിക്കാനും അതിലെ പല ഭാവങ്ങളെ ചിത്രീകരിക്കാനും മനസ്സുകൊണ്ട് ചിത്രീകരിക്കാനുമൊക്കെ, പ്രത്യേകിച്ചും പാർത്ഥസാരഥിയുടെ ആ രൂപം, അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിച്ചത് കൊണ്ടായിരിക്കും വലിയ വിഷമങ്ങളും കൺഫ്യൂഷൻസ് ഒന്നും കൂടാതെ ജീവിതം നയിക്കാൻ സാധിച്ചത്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഭഗവത്ഗീതയെ പറ്റി മുഴുവനൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഒരു ചിത്രം, ഭഗവത്ഗീതയുടെ ഒരു ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തേരിൽ അർജുനനിരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നു, 5 കുതിരകൾ, ചിലർ 4 പറയുന്നത് 5 കുതിരകൾ ചാട്ടുപാറ കൊണ്ട് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് കടിഞ്ഞാണ് കയ്യിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഭഗവത്ഗീതയുടെ ചിത്രമായിട്ട് കാണുന്നത്. ആ ചിത്രം തന്നെ ജീവിതത്തിൻ്റെ ചിത്രമാണ്. കഠോപനിഷത്തിൽ യമധർമ്മരാജാവ് തൻ്റെ ഒരു കുട്ടിയായിരിക്കുന്ന, കുട്ടി പേര് നചികേതസ് ഉപദേശം തേടി വന്നപ്പോൾ നചികേതസിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമാണിത്, ജീവിതത്തിൻ്റെ ചിത്രം. ഈ തേര് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശരീരമാണ്. തേര് നമ്മുടെയൊക്കെ ശരീരമാണെന്ന് സങ്കല്പിക്കുക. ആ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടു നടത്തുന്നത് ഏതാണ്? എപ്പോഴും നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടു നടത്തുന്നത്. അതുകൊണ്ട് ആ 5 കുതിരകൾ, ഇത് 5 കുതിരകൾ 5 ഇന്ദ്രിയങ്ങളാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, അർജുനൻ്റെ സ്ഥാനത്തിരിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ ജീവാത്മാവ്. മുമ്പിൽ ചാട്ടവാരം പിടിച്ചിരിക്കുന്നതാണ് സാക്ഷാൽ നമ്മളെ എല്ലാത്തെയും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ പരമാത്മാവ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ 5 കുതിരകളെയും പിടിക്കുന്നതായിട്ടുള്ള ചാട്ടവാറുണ്ട്. ചാട്ടവാറല്ല, കടിഞ്ഞാണുകളുണ്ട്. ആ കടിഞ്ഞാണുകൾ കൊണ്ട് അതിനെ നിയന്ത്രിച്ച് വെച്ചിട്ട് ചാട്ടവാറും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് യമൻ നചികേതസിനോട് പറയുകയാണ്, നചികേതസേ, ആ രഥം തന്നെ കേടുവന്ന് പൊളിഞ്ഞു തുടങ്ങി. അതിൻ്റെ ചക്രങ്ങളൊക്കെ ലൂസായി തുടങ്ങി. എവിടേക്കും ഓടിക്കാൻ പറഞ്ഞാൽ അവിടേക്കൊന്നും അത് ഓടില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ യജമാനനാകട്ടെ സദാ ബോധമില്ലാത്തവനാണ്. അവന് എന്താണ് ജീവിതമെന്നോ ജീവിതത്തിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ലാത്ത, ഒരു ബോധമില്ലാത്ത ഒരുത്തനാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ 5 കുതിരകൾ പിടിച്ചിരിക്കുന്ന ആ ചാട്ടവാറ, അതാണ് നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ പിടിച്ച് രക്ഷിക്കേണ്ടത്. അതിനെ പിടിച്ച് രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ പറ്റിയിട്ട്, ശക്തിയുടെ ഇതിനെ പറ്റിയിട്ട് ഇയാൾക്ക് യാതൊരു ബോധമില്ല. എവിടേക്കാണ് വേണ്ടിച്ചാൽ കൊണ്ടക്കോ എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പോൾ പറയുകയാണ്, ആ
ഉള്ളിലിരിക്കുന്ന ആ ശക്തി, ബുദ്ധിയുടെ കേന്ദ്രമായിരിക്കുന്ന ആ ബുദ്ധിശക്തി, പാർത്ഥസാരഥി രസായനത്തിരിക്കുന്ന ആ ശക്തിക്ക് കുതിരകളെ കൺട്രോൾ ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും ദുഷ്ടാശ്വ യുവസാരഥേഹേ. ദിവസവും പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ലേ, സ്റ്റിയറിംഗ് വീല് നേരാവണ്ണം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കാറുകൾ എവിടെയാണ് ചെന്ന് വിടുന്നത്, എത്രമാത്രം അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ദിവസവും ഒരു പേപ്പറിൽ ഒരു ഇതെങ്കിലും നമുക്ക് കാണുമല്ലേ. അതന്ന് എഴുതി വെച്ചിരിക്കുക. ദുഷ്ടാശ്വ യുവസാരഥേഹേ, ദുഷ്ടമായിട്ടുള്ള അശ്വങ്ങൾ, കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള അശ്വങ്ങൾ. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളുടെ മേലും നമുക്ക് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ദുഷ്ടാശ്വങ്ങളെ പോലെ അവ നമ്മളെ അധോഗർത്തത്തിലേക്ക് കൊണ്ട് ചാടിക്കും. അതേ സമയത്ത് നല്ല തേര്, ആ തേരിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള യജമാനന് നല്ല ബോധമുണ്ട്, എനിക്ക് ജീവിതത്തിൽ കിട്ടേണ്ടത് എന്താണെന്നുള്ളത്. അത് ഓടിക്കുന്ന ആ ബുദ്ധിശക്തിക്കാണെങ്കിലോ നല്ല വിവരവും ജ്ഞാനവും ഒക്കെ ഉണ്ട്. 5 കുതിരകളും ആ മനസ്സുകൊണ്ട് ചിത്തവൃത്തി നിരോധ പറഞ്ഞു തരേണ്ട യോഗക്കാർക്ക്. നല്ല ചിത്തവൃത്തി നിരോധം സാധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ സാരഥിയാണ് എന്നുണ്ടെങ്കിൽ നല്ല കുതിരകൾ എങ്ങനെയാണോ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്, അതേമാതിരി ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും ഈ രഥം എന്ന് പറഞ്ഞിട്ടാണ് കഠോപദേശത്തിൻ്റെ ആ ചിത്രത്തിനെയാണ് വ്യാസഭഗവാൻ അങ്ങനെ തന്നെ ഇത്രയും വലിയ ഒരു ഭാഗമായിട്ട് മഹാഭാരതത്തിലേക്ക് പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ശരീരത്തിനെ എങ്ങനെ സംരക്ഷിക്കണം. ഇപ്പോൾ യോഗ പലതരത്തിലുള്ള യോഗങ്ങളായിരിക്കാമെന്ന്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ശരീരത്തിനെ ധർമ്മസാധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന് വേണ്ട ചിട്ടകൾ എന്തൊക്കെയാണ്, അതിനാണ് കർമ്മയോഗ, ഏകനിഷ്ഠ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കൺട്രോളുകളെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ ഒരു നല്ല സാരഥി കുതിരകളെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് കുതിരയെ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഇതിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഡ്രൈവർ എങ്ങനെയാണോ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിക്കുന്നത്, അതേമാതിരി നമ്മൾ നമ്മുടെ ആ ബുദ്ധിയെ ജീവനുമായിട്ട് ഇണക്കിയിട്ട് അതിൽ ആ തത്വത്തെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ കുതിരകളെ അതിൻ്റെ സ്ഥാനത്തേക്ക് നയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ആ ചിത്രത്തിൽ കൂടി കാണിക്കുക. ഇതെല്ലാം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഇന്നലെ മിനിയാന്നൊക്കെ ഇവിടെ പറഞ്ഞ മാതിരി നമുക്ക് ഏതൊരു വിഷമത്തിനുള്ള ആൻസറാണോ നമ്മൾ തേടിക്കൊണ്ടിരിക്കണേ, അതെല്ലാം നമുക്ക് വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. ഭഗവത്ഗീത ഒന്ന് തുറന്ന് നോക്കിയാൽ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ വായിച്ചു തുടങ്ങിയാൽ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ചില പുതിയ ജ്ഞാനതരംഗങ്ങൾ ഉപയോഗിക്കും. ഈ 5 ഇന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അവ എങ്ങനെയാണ് മനുഷ്യരെ കൊണ്ട് കലക്കുന്നത് എന്നുള്ളതിന് മനോഹരമായിട്ടുള്ള ചിത്രം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസംഗസ്തേഷു ഉപജായതേ സംഗസഞ്ജായതേ കാമകാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വഴിയായിട്ടുള്ള വീഴ്ചയാണ്. മുകളിലത്തെ സ്റ്റെപ്പുമ്മൽ വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് 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 നമ്മളെ താഴേക്ക് വീണ മാതിരി. ധ്യായതോ വിഷയാൻ പുംസ, ഈ എൻ്റെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ എന്തൊരു എൻജോയ്മെൻ്റാണ്. കണ്ണുകൊണ്ട് കാണുന്നത്, ചെവിയോട് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിൽ കൂടി വരുന്നതായിട്ടെല്ലാം എന്തുമാത്രം എൻജോയ്മെൻ്റാണ് എനിക്ക് തരുന്നത്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായത. അപ്പോൾ അത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമായി. ആ സിനിമ കാണാനുള്ള ആഗ്രഹം വന്നു, സിനിമ കൂടുതൽ കിട്ടണം. മദ്യം കുടിക്കാനുള്ള ആഗ്രഹം വന്നു, മദ്യം കൂടുതൽ കിട്ടണം. ഇങ്ങനെ ഏതൊന്നിൻ്റെ പിന്നാലെ പോയാലും അത് കൂടുതൽ വേണം. അതാണ് സംഘസ്തേഷു ഉപജായത. സംഘസഞ്ജായതേ കാമ. അത് കഴിഞ്ഞാലോ വെറും ഒരു ഇൻട്രസ്റ്റ് മാത്രമല്ലായിരുന്നു, അതിനു വേണ്ടിയിട്ട് ആർത്തിയായി, ഒരു ത്വരയായി. സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായത. അപ്പം ഇനി എൻ്റെ ആഗ്രഹം കിട്ടിയില്ല, ആഗ്രഹം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യമായി. നമ്മൾ കാണുന്നില്ലേ, ഒരു കുട്ടിയെ സ്നേഹിച്ചു, ആ കുട്ടിയെ വേറെ ആളെ പിന്നാലെ പോയി വഴിയിൽ വെച്ച് കൊല്ലാൻ ഒരു മടിയില്ല. എന്തൊക്കെയാണ് നടക്കണേ നമ്മൾ കാണുന്നില്ലേ. ഇതൊക്കെ എന്ന് എഴുതി വെച്ചിരിക്കണമെന്ന് നോക്കൂ. കാമാത് ക്രോധോ വിജായത. ക്രോധാത് ഭവതി സമ്മോഹ. എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത് എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ളൊരു സമ്മോഹം നമുക്ക് പെട്ടുപോയി. ക്രോധാത് സമ്മോഹതേജ
സമ്മോഹ സ്മൃതിവിഭ്രമ. എന്താണ് അറിവോ, ഞാൻ ആരാണെന്നോ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒന്നും തോന്നില്ല ആ സമയത്ത്. ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ആ ക്രോധങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പല വിഡ്ഢിത്തങ്ങൾ നമ്മൾ കാണിച്ചു പോയി. സമ്മോഹ സ്മൃതിവിഭ്രമം സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ. പിന്നെ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് കിട്ടും കാര്യമില്ല. ഒരു ബുദ്ധിനാശാത് പ്രണശ്യതി, മനുഷ്യൻ നശിക്കുകയായി. ഇത് ദിവസവും നമ്മൾ ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഇത് നമ്മൾ എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് നമ്മളാരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു അത്ഭുതം. അതാണ് ഭഗവാൻ പറയുക, എത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് മനുഷ്യൻ പഠിക്കില്ല അറിഞ്ഞിട്ട്, അതാണ് ഏറ്റവും വലിയ കഷ്ടം. പ്രകൃതിയാകുന്ന പാഠത്തിലേക്ക് ഒന്ന് കണ്ണൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് അടി തൊട്ട് മുടി വരെ വായിച്ചാൽ ഇതെല്ലാം നമുക്ക് കാണാം. എന്നിട്ട് നാളെ നമ്മൾ ഇതിനൊക്കെ അടിമപ്പെട്ട് വീണ്ടും വികാരാധീനരായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. മനുഷ്യ ജീവിതത്തിന് പിടിച്ചു കിട്ടാത്ത കുതിരയെപ്പോലെ അത് നമ്മളെ നാശകർത്തത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യോഗാരൂഢന്മാരായിരിക്കുന്ന നിങ്ങളെമാരിയുള്ളവർക്കൊക്കെ ആ കുതിരകളെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് ഉപരിയായിട്ട് ഭഗവത് സാന്നിധ്യത്തിലേക്ക് ചെന്നെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ മുഖ്യമായിട്ടുള്ള സന്ദേശം. അതാണ് ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. ഗുരുവായൂർ ഏകാദശിയല്ല, ഇന്നത്തെ ഈ ഏകാദശിയാണ് ഭഗവാൻ അർജുനന് മഹാഭാരതത്തിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ ഗീത പറഞ്ഞു കൊടുത്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഭഗവത്ഗീതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഗുരുവായൂർ ഏകാദശിയാണ് എന്ന്. അന്നാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ നടന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു നല്ല ദിവസത്തിൽ നിങ്ങൾക്ക് ധന്യരാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുതിരകളെ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നല്ലതായിട്ടുള്ള രഥം, യോഗമാകുന്ന പരിശിക്ഷണം കൊണ്ട് നല്ലതായിട്ടുള്ള നിങ്ങളുടെ ശരീരമാകുന്ന രഥം, അത് നല്ലൊരു രഥമാക്കിയിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നിങ്ങളെ യജമാനന്മാർക്കൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ട്. ഞാൻ ഇങ്ങനെ 10-20 കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ദിവസവും രാവിലെ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ വരാനായിട്ട് തോന്നില്ലല്ലോ ആർക്കും. അപ്പോൾ നിങ്ങളുടെ യജമാനന്മാരും അങ്ങേയറ്റത്തെ സ്വാധീനം ലഭിച്ചിട്ടുള്ളവരാണ്. കുതിരകളെ ഏകദേശമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ 5 കുതിരകളെയും നമ്മൾ ഒരു വിധത്തിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ആ പാർത്ഥസാരഥിയായിട്ട് നമ്മുടെ തേരിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ കടിഞ്ഞാണുകളെ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. തത്പുരുഷമതർപ്പണം. എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് തപസ് ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും, എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, എന്ത് കുടിക്കുകയാണെങ്കിലും, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ ഒന്ന് വിളിക്കാൻ അതിന് മാത്രം നമ്മൾ ശീലിക്കണം. അതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. നമസ്കാരം.